നമ്മുടെ കുട്ടികളുടെ ചെറിയ പ്രായത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ? അവരുടെ മനസ്സ് എന്നുള്ളത് ഒരു സ്പോഞ്ച് പോലെയാണ്. ആ സ്പോഞ്ച് ഒരു വെള്ളത്തിൽ മുക്കിയാൽ എന്ത് ചെയ്യും? വെള്ളം വലിച്ചെടുക്കും, ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യും. ഇതുപോലെ ചെറിയ കുട്ടികളുടെ മനസ്സ് അവരെ ചുറ്റുഭാഗത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും അവരെ മനസ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വലിച്ചെടുക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഇമ്പാക്റ്റും അതുപോലെ തന്നെ നിങ്ങളെ കുട്ടികൾക്ക് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റൊട്ടീൻ, രാവിലെ എണീറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു റൊട്ടീൻ കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഹായ് ഹലോ, ഐ എം ജുനൈസ്. ഐ എം എൻ ഇൻ്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. നമ്മളെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ മെൻ്റൽ, ഫിസിക്കൽ, സ്പിരിച്വൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരുപാട് കണ്ടൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള 3 ഏരിയാസിനെ ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഫർദർ ഇൻ ഡിലേ ഡയറക്റ്റ്ലി നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു റൊട്ടീൻ പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് മുന്നേ തന്നെ ഒരു ഡിസ്ക്ലൈമർ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ റൊട്ടീൻ ഞാൻ ഈ സോഷ്യൽ മീഡിയ ത്രൂ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് കണ്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് ചില സമയത്ത് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാവും. മേ ബി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതിൽ പലതും ചെയ്യാൻ പറ്റാത്തതുണ്ടാവും, അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നിങ്ങളേതായിട്ടുള്ളൊരു തിങ്കിങ് പാറ്റേണിലൂടെ ഇത് കൊണ്ടുപോയിട്ട് ഇത് ആപ്റ്റ് ആണോ, ഇതെനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിത് ചൂസ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു വയസ്സ് ടു 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളൊരു റൊട്ടീനാണ് ഞാൻ എന്ത് ചെയ്തത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് 7 മണിക്ക് വെയ്ക്കപ്പ് എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ട് കുട്ടിയെ ഉണർത്തുക എന്നുള്ളത് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം നമ്മൾ എണീക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഏതാണോ അത് നമ്മളെ എൻ്റയർ ഡേ എന്ത് ചെയ്യും, ഹാപ്പി ആയിട്ട് നയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാഡായിട്ട് നയിക്കാൻ വേണ്ടിയിട്ട് കാരണമാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ കുട്ടിയുടെ ക്ലീനിങ് പ്രോസസ്സ്, കാര്യങ്ങൾ, ഡയപ്പർ മാറ്റുക, അതുപോലെ തന്നെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ബോഡിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, വേണമെങ്കിൽ പല്ല് തേപ്പിക്കുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ദെൻ കുട്ടിക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. നല്ല ക്വാളിറ്റി ഉള്ള പ്യുവർ വാട്ടർ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ ഇളം ചൂടുവെള്ളം ആണെങ്കിൽ എന്നാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്നുണ്ട്. ഈ ഒരു ശീലം, ഈ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യാൻ കൂടി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ദെൻ വരുന്ന ഒന്നാണ് എന്ത്, 9 മണിക്ക് കുറച്ച് സെൻസറി പ്ലേ, കുട്ടികളെ നെർവസ് സിസ്റ്റംസ് ഒക്കെ ഒന്ന് സെറ്റാക്കുന്ന രീതിയിൽ കുറച്ചും കൂടി ഒന്ന് അവരെ ആക്റ്റീവ് ആകുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കളികളിൽ എന്ത് ചെയ്യുക, അവരെ ഏർപ്പെടുത്തുക. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള 1-2 എക്സാമ്പിൾസ്, ഒന്ന് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് അരി, അതുപോലെ തന്നെ പയർ, ഇതുപോലത്തെ ഐറ്റംസൊക്കെ കൊടുത്തിട്ട് അതിൽ കളിക്കുക. അല്ലെങ്കിൽ ഒരുപാട് കളിപ്പാട്ടങ്ങൾ വീട്ടിലുണ്ടാവും, അതൊക്കെ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ റെഫർ ചെയ്യുന്നത്. ദെൻ 10 മണിക്ക് ഔട്ട്ഡോർ പ്ലേ ആണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞത് നിങ്ങളെ സിറ്റുവേഷനും നിങ്ങളെ ചുറ്റുപാടും നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ഇതിൽ നിങ്ങൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. ഇപ്പം ഇതിൽ പറയുന്നത് കുട്ടിയെ ടെറസിലും അതുപോലെ തന്നെ പറമ്പിലും ഒക്കെ കോമൺ ആയിട്ടുള്ള ഏരിയയിൽ കളിക്കാൻ പറ്റുന്ന ഏരിയാസിലൊക്കെ എന്ത് ചെയ്യുക, കളിക്കാൻ വേണ്ടിയിട്ട് വിടുക. ആൻഡ് കുട്ടികളെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് എന്താണ് ഇത് വളരെ ആവശ്യമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആത്മവിശ്വാസം കൂടാനും ഒക്കെ ഈ ഒരു പ്ലേ ടൈം, കുട്ടീൻ്റേതായിട്ടുള്ള ടൈം എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരെ ഹാപ്പി ആക്കാനും അവരെ ആക്റ്റീവായിട്ട് കീപ്പ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ടൈം ഉപകാരപ്പെടും. ബട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള ടൈം ഇപ്പോൾ 10 മണിയാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ നമ്മളെ കേരളത്തിലൊരു കാലാവസ്ഥയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു ടൈമിൽ കാലാവസ്ഥ ഭയങ്കര ചൂടുള്ള ടൈമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളേതായിട്ടുള്ളൊരു സ്കെഡ്യൂൾ സെറ്റ് ചെയ്തിട്ട് അതിൽ കുട്ടിക്ക് എന്ത് ചെയ്യുക, കുട്ടിയേതായിട്ടുള്ളൊരു കുറച്ച് കളികളും ബ്രെയിൻ ഒക്കെ ഒന്ന് ആക്റ്റീവ് ആവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ടൈം കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊന്നും കൂടി നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പിന്നെ ഒരു 11 മണിക്ക് ഇതിൽ പറയുന്നത് ഒരു മോർണിംഗ് സ്നാക്സ് എന്നുള്ള രീതിയിൽ ഒരു പാലോ മുട്ടയോ അല്ലെങ്കിൽ പഴങ്ങളോ മേ ബി ഷേക്ക് അങ്ങനത്തെ സംഗതികളൊക്കെ കൊടുക്കാം. പിന്നെ 12 മണിക്കൊരു ഫ്രീ പ്ലേ കാണുന്നുണ്ട്. ഇതിൽ കുട്ടിയെ കിച്ചണിൽ കൊണ്ടുപോവുക, കിച്ചണിലുള്ള സംഗതികളൊക്കെ പരിചയപ്പെടുത്തുക, നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൊക്കെ കുട്ടിയെ ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മളൊരു
തുണി എടുത്ത് വിരിക്കുന്ന സമയത്ത് അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുട്ടിയോട് പറയുക. ഇങ്ങനെ ചെറിയ ചെറിയ നമ്മൾ ചെയ്യുന്ന ജോലികളിലൊക്കെ കുട്ടിയും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കുന്ന രീതിയിൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ദെൻ നമ്മൾ നോർമലി അവിടെ ഇരിക്കുന്ന സമയത്ത് കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഐറ്റംസ് കാര്യങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ദെൻ 1 മണിക്ക് കുട്ടിക്കൊരു ലഞ്ചാണ് ഇതിൽ പറയുന്നത്. ചോറ്, ചെറുപയർ, അല്ലെങ്കിൽ നോൺ വെജ്, പച്ചക്കറി, ദെൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ. അതൊക്കെ അപ് ടു യു, നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ദെൻ ഒരു നാപ്പ് ടൈം പറയുന്നുണ്ട്. 2 മണിക്ക് കുട്ടി എന്ത് ചെയ്യാം, ഒന്ന് കുളിപ്പിച്ച് അല്ലെങ്കിൽ മേലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം കുറച്ചൊന്ന് ഡാർക്കൺ ചെയ്തിട്ടുള്ള റൂം മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇരുട്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കർട്ടനൊക്കെ ഇട്ടിട്ട് ഒരു ഇരുട്ടിൻ്റെ ഒരു സാദൃശ്യമുള്ള റൂമിൽ എന്ത് ചെയ്യുക, കുട്ടിക്ക് ഉറങ്ങാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ സെറ്റാക്കി കൊടുക്കുക. അതിൽ തന്നെ കുട്ടിക്ക് വേണമെങ്കിൽ താരാട്ടുപാട്ടും അതുപോലെ തന്നെ അല്ലെങ്കിൽ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ എന്ത് ചെയ്യാം, ഉറക്കാമെന്നുള്ളതാണ്. ആൻഡ് പതിയെ നമ്മൾ പുറത്തൊക്കെ തട്ടിയിട്ട് ഉറക്കുന്ന രീതിയൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ 3:30 എന്നുള്ളൊരു ടൈം, ഈവനിങ് 3:30 എന്നുള്ളൊരു ടൈം ഇതിൽ മെൻഷൻ ചെയ്യുന്നത് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ കഥകൾ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ആൽബംസ് കാണിച്ചു കൊടുക്കാനോ ഇങ്ങനെയുള്ള സംഗതികൾക്കാണ് 3:30 പറയുന്നത്. ഒരു ക്വയറ്റ് ടൈമായിട്ടാണ് അതിനെ ഇതിൽ പറയുന്നത്. ദെൻ 4 മണിക്ക് ഈവനിങ് സ്നാക്സ്. അത് നിങ്ങൾക്ക് എന്തും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ചെറിയ ബട്ടറൊക്കെ വെച്ചിട്ടുള്ള, ഇതിൽ പറയുന്നത് നെയ്യോ ബട്ടറോ ചെറിയ വയറ്റിയ പഴങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങളേതായിട്ടുള്ള ഓൺ ഐറ്റംസ് എന്ത് ചെയ്യാം, ഈവനിങ് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ആഫ്റ്റർ ദാറ്റ് ഔട്ട്ഡോർ പ്ലേ ആണ് 4:30 to 5:30. ഇത് കുട്ടികളെ പുറത്ത് പോയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളുമായിട്ട് എൻഗേജ്ഡ് ആവാനുള്ള സമയമൊക്കെ ആയിട്ടാണ് ഇതിൽ പറയുന്നത്. ദെൻ 5:30 കുട്ടികളെ കുളിപ്പിച്ച് ദേഹമൊക്കെ ക്ലീനാക്കി അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു അയഞ്ഞ കോട്ടൺ ഡ്രസ്സ് ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ദെൻ 7 മണിക്ക് വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഐ തിങ്ക് ഇത് നല്ലൊരു സംഭവമാണ്. ആ ഒരു ടൈമിൽ മറ്റുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ചിട്ട് എല്ലാ സ്ക്രീൻസും ഓഫ് ചെയ്തിട്ട് ഒരു സ്ക്രീൻ ഫ്രീ ടൈമായിട്ട് ആ ഒരു ടൈം എന്ത് ചെയ്യുക, നിങ്ങൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. ദെൻ 8 to 9 എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർ വെളിച്ചമൊക്കെ ഒഴിവാക്കിയിട്ട് നൈറ്റ് ലാമ്പൊക്കെ മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുട്ടിയെ ഉറക്കാം. ആ സമയത്ത് എന്ത് ചെയ്യാം, വേണമെങ്കിൽ കഥകളോ അല്ലെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പാട്ട് പാടി ഉറക്കലോ ഏതും ആവാം. ഈ രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു റൊട്ടീൻ വേണമെങ്കിൽ ഇതെന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ആൻഡ് ഈ ഒരു റൊട്ടീൻ പറയുക എന്നതിലുപരി ഞാൻ ഇന്നത്തെ ഡേയിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രായമാണ് ചെറിയ കുട്ടിക്കാലം എന്നുള്ളത്. അതായത് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുന്നത് മുതൽ ഒരു 8 വയസ്സ് അല്ലെങ്കിൽ ഒരു 12 വയസ്സ് വരെയുള്ള സമയത്താണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വളർച്ച എത്തുന്നത്. അപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ അതുവരെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും വലിച്ചെടുക്കും. നമ്മളെ കുട്ടി കാണുന്ന വീഡിയോസ് ആവട്ടെ, നമ്മളെ കുട്ടി കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ആവട്ടെ, അവരുടെ പാരൻസിൽ നിന്ന്, ഉപ്പയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന്, അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, സഹപാഠികളിൽ നിന്ന്, അല്ലെങ്കിൽ ചുറ്റുഭാഗത്തുള്ള ആളുകളിൽ നിന്ന് എല്ലാം കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ, അവൻ്റെ ബിഹേവിയറും അവൻ്റെ ക്യാരക്ടറും അവൻ്റെ റെസ്പോൺസും എല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചെടുക്കുന്നുണ്ട്. അവൻ്റെ ശൈലികളും ശീലങ്ങളും ഒക്കെ പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റൊട്ടീൻ ഇല്ലെങ്കിൽ കൂടി കുട്ടിക്ക് നിങ്ങളേതായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടീൻ അത് അവരെ അടിച്ചേൽപ്പിക്കുക എന്നതിലുപരി അവർക്കും കൂടി ഫ്രീ ആയിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൊട്ടീൻ സെറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാൻ പറ്റും. നമ്മളെ ലൈഫിൽ 90% കാര്യങ്ങളും എന്താണ്, സബ് കോൺഷ്യസ് മൈൻഡാണ് എന്ത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ചെറുപ്പത്തിൽ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ പേടിപ്പിച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും, വലുതാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങൾ, ഇരുട്ടിനെ പേടി, ഭൂതം പേടി, പ്രേതം പേടി എന്നൊക്കെ പറയുന്ന ഒരുപാട് ഇല്ലാത്ത പേടികൾ എന്ത് ചെയ്യും അതിലൂടെ കടന്നു വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതെല്ലാം ഒഴിവാക്കി ഒരു പ്യുവർ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ കുട്ടികൾക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ പാരൻസും ശ്രമിക്കുക. അതിന് നിങ്ങൾക്ക് പറ്റട്ടെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. നാളെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് മീറ്റ് ചെയ്യാം. ഐ തിങ്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതും, ആൻഡ് മേക്ക് ഷുവർ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും, ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഒരുപാട് പാരൻസിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെന്നുള്ളതും ഉറപ്പുവരുത്താം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.